ഒരു രാജ്യത്തിന്റെ ഔദ്യോഗിക സാറ്റലൈറ്റ് ചാനലിനെ ഉപയോഗിച്ചു എന്ന് പറയുന്നത് അക്ഷന്തവ്യമായ തെറ്റാണ്, അപരാധമാണ്. ഇത് നരേന്ദ്രമോദിയുടെ ഒരു തോൽവി സമ്മതമാണോ കാണുന്നത്? അത് ഇന്ത്യൻ പാർലമെന്റിന്റെ പടിവാതിക്കൽ വെച്ചിട്ട് രാഹുൽ ഗാന്ധി പൊട്ടിച്ചത്. ഒരു കാരണവശാലും ഒരു രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ട വിധിനിർണായകമായിട്ടുള്ള വിഷയങ്ങളിൽ ഒന്നല്ല പ്രധാനമന്ത്രി ഇന്നലെ ഉപയോഗിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പ് പറഞ്ഞിരിക്കുന്നു. സ്ത്രീകളോട് വനിതാ സംവരണ ബിൽ പാസാക്കാൻ കഴിയാത്തതിന് മാത്രമല്ല, അത് കഴിയാതിരിക്കാൻ കാരണം പ്രതിപക്ഷമാണ് എന്നുള്ളതിൻ്റെ പേരിൽ പ്രതിപക്ഷത്തെ വിമർശിച്ചുകൊണ്ട് മാപ്പ് പറയുകയാണ് ചെയ്തത്. സത്യത്തിൽ ഇത് 543 സീറ്റുകളുള്ള ലോകസഭയിൽ ഇപ്പോൾ തന്നെ 33% കൊടുത്താൽ മതിയായിരുന്നില്ലേ? അതിനു പകരം മറ്റൊരു വഴി തേടിപ്പോയ നരേന്ദ്രമോദി യഥാർത്ഥത്തിൽ പശ്ചാത്തപിക്കുകയല്ലേ ചെയ്തത്? ഇന്ത്യയിലെ സ്ത്രീ സമൂഹത്തോട് മാത്രമല്ല, ഇന്ത്യൻ ജനതയോട് മൊത്തത്തിൽ മാപ്പ് പറയേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നരേന്ദ്രമോദി നിൽക്കുന്നത്. എന്തും ധാർഷ്ട്യത്തോടു കൂടി ചെയ്തു കളയാം എന്നുള്ള ശൈലി പാർലമെൻറ്റിൻ്റെ ചർച്ചകളിൽ മഹാഭൂരിപക്ഷം സമയവും മാറി നിൽക്കുക, ഇന്ത്യയിലെ മാധ്യമങ്ങളെ നേരിട്ട് അഭിസംബോധന ചെയ്യാനുള്ള ശേഷിയില്ലാത്ത ഒരു പ്രധാനമന്ത്രിയായി മാറി നിൽക്കുക, തുടർച്ചയായി മതാന്ധത വളർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നായകത്വം നൽകുക, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഇന്ത്യ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലിക്ക് നേതൃത്വം നൽകുക, ഇതിൻ്റെ എല്ലാം ഒരു പര്യവസാനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നരേന്ദ്രമോദിയിലും ഭാരതീയ ജനതാ പാർട്ടിയിലും കാണുന്നത്. ആ ഒരു ഫ്രസ്ട്രേഷനാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഇതുപോലെ നാരീശക്തിയുടെ മുമ്പിൽ ക്ഷമയാചിക്കുന്ന അവസ്ഥയിലേക്ക് നരേന്ദ്രമോദിയെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. പവി സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളാണ് ആഗ്രഹമെങ്കിൽ, സ്ത്രീകളുടെ സംവരണമാണ് ആഗ്രഹമെങ്കിൽ, അവരെ സംരക്ഷിക്കുക എന്നതാണ് ഒരു സർക്കാരിൻ്റെ ആഗ്രഹമെങ്കിൽ 10 വർഷം അധികാരത്തിൽ ഈ സർക്കാർ ഉണ്ടായിരുന്നു. ഇത് 3ാമത്തെ ടേമാണ്. ഈ 10 വർഷം അതിനെക്കുറിച്ചിട്ട് ചിന്തിച്ചതേയില്ല. അതുമാത്രമല്ല, ഇപ്പം നിലനിൽക്കുന്ന 543 സീറ്റുകൾ, ആ സീറ്റുകളിൽ തന്നെ ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനം എന്നുള്ള രീതിയിൽ 33% സംവരണം കൊണ്ടുവന്നതിന് ശേഷം ഈ പറയുന്ന പാർലമെൻ്ററി മണ്ഡലങ്ങളുടെ പുനഃക്രമീകരണത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നുവെങ്കിൽ സത്യത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെ എല്ലാവരും സല്യൂട്ട് ചെയ്യായിരുന്നു. അപ്പോൾ അതൊന്നും ചെയ്യാത്ത ഒരു സർക്കാർ പൊടുന്നനവേ വന്ന് ഈ രാജ്യത്തെ ജനങ്ങളോട്, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തോട് ക്ഷമ പറയുകയാണ്. നമ്പർ 1. നമ്പർ 2, നരേന്ദ്രമോദി ഇന്നലെ ചെയ്തതെന്താ? ഒരു ശാപമോക്ഷം കിട്ടാൻ എന്ന പോലെ കോൺഗ്രസ് 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 എന്ന് ആവർത്തിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പ്രസംഗം മൊത്തം എടുത്ത് പരിശോധിച്ചാൽ ഒരു 10-100 തവണയെങ്കിലും അദ്ദേഹം കോൺഗ്രസ് 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 എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിനോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയിൽ 10-24 ഘടകകക്ഷികളുണ്ട്. പക്ഷെ അതിൽ പ്രധാനമായിട്ടും 3 കക്ഷികളെ കുറിച്ചിട്ടാണ് തുടർച്ചയായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊന്ന് DMK ആണ്, മറ്റൊന്ന് ബംഗാളിലെ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ആണ്. TMC DMK ഒരു തവണ അഖിലേഷ്. ബാക്കി മുഴുവൻ സമയവും ഈ 3 പാർട്ടികളെയാണ് അറ്റാക്ക് ചെയ്തത്. ഈ അറ്റാക്ക് ചെയ്യാൻ അദ്ദേഹം ഉപയോഗിച്ച മാധ്യമമാണ് ഏറ്റവും വലിയ വിഷയം. ദൂരദർശനാണ്. അതായത് ഇന്ത്യയുടെ ഔദ്യോഗിക ചാനലാണ് സർക്കാരിൻ്റെ. ഈ ഔദ്യോഗിക ചാനൽ എപ്പോഴാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്? നിരവധി സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലാണ്. സ്വാഭാവികമായും ഒരു 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 ദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഔദ്യോഗിക ചാനൽ വഴി അവിടുത്തെ ജനങ്ങളെ അദ്ദേഹം അഭിസംബോധന ചെയ്യുകയാണെങ്കിൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്കറിയാമല്ലോ, നരേന്ദ്രമോദിക്കെതിരെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടിയും എടുക്കാൻ സാധ്യതയില്ല. പക്ഷെ നടപടിയെടുക്കാൻ ചങ്കൂറ്റമുള്ള ഒരു TN ശേഷനെ പോലുള്ള ഒരാളുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ നടപടിയെടുക്കാമായിരുന്നു. കാരണം അദ്ദേഹം നിരന്തരം സൂചിപ്പിച്ചത് TMCയെക്കുറിച്ചും DMKയെക്കുറിച്ചുമാണ്. ഈ 2 സംസ്ഥാനങ്ങളിലും അടുത്ത ആഴ്ച തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്ന സംസ്ഥാനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണത്തിൽ ഇരിക്കുന്ന 2 സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളെ നേതൃത്വം കൊടുക്കുന്ന
പാർട്ടികൾക്കെതിരെയാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. അപ്പോൾ ഇന്ത്യ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ നമ്മുടെ പൊതു പ്ലാറ്റ്ഫോമിനെ ദുരുപയോഗം ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറിയിരിക്കുന്നു. നമ്മൾ ആലോചിക്കേണ്ടത്, ഇന്നലെ അദ്ദേഹം ഇന്ത്യയെ അഭിസംബോധന ചെയ്യുന്നു. അഭിസംബോധന ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിൽ ഇന്നലെ രാത്രി ഉണ്ടായ ഒരു അപകടകരമായിട്ടുള്ള സ്ഥിതിയുണ്ട്. ഇന്ത്യ അപമാനിക്കപ്പെട്ടു. ഇന്ത്യയിലെ 2 പ്രധാനപ്പെട്ട കപ്പലുകൾ വെടിയേറ്റു. 2 കപ്പലുകൾക്ക് വെടിയേറ്റു. അതായത് ഇന്ത്യ ആക്രമിക്കപ്പെട്ടു എന്നാണ്. ആ ഇന്ത്യ ആക്രമിക്കപ്പെട്ട ഒരു സന്ദർഭത്തിൽ ലോകത്തെ ആകെ ഉള്ള ഇന്ത്യക്കാരെ ത്രസിപ്പിക്കാൻ, അല്ലെങ്കിൽ അവരിലേക്ക് ഇന്ത്യൻ ദേശീയത ഉണർത്താൻ വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരക്ഷരമെങ്കിലും അതിനകത്ത് പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്കെല്ലാവർക്കും പ്രധാനമന്ത്രിയെക്കുറിച്ച് അഭിമാനിക്കാമായിരുന്നു. പക്ഷെ വെറും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഒരു സാധാരണ ലോക്കൽ പാർട്ടിയുടെ ഒരു നേതാവ് പോലും പറയാൻ മടിക്കുന്ന രീതിയിലുള്ള ഏറ്റവും ചീപ്പായിട്ടുള്ള പൊളിറ്റിക്കൽ ക്യാമ്പയിൻ, അതിനുവേണ്ടി ഒരു രാജ്യത്തിൻ്റെ ഔദ്യോഗിക സാറ്റലൈറ്റ് ചാനലിനെ ഉപയോഗിച്ചു എന്ന് പറയുന്നത് അക്ഷന്തവ്യമായ തെറ്റാണ്, അപരാധമാണ്. ശരിക്കും നരേന്ദ്രമോദിക്ക് ആദ്യം അദ്ദേഹത്തിൻ്റെ വലിയ ഒരു അപ്രമാദിത്വം കാണുമ്പോൾ നമ്മൾക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാകുന്നു. നരേന്ദ്രമോദിക്ക് എപ്പോഴും കണ്ണീരണിയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കണ്ണീരണിഞ്ഞുകൊണ്ട് നിൽക്കണം. അതാണ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഒരു തന്ത്രം എന്ന് പറയുന്നത്. ആദ്യം ഇവിടുത്തെ സൈനികരെക്കുറിച്ച് പറഞ്ഞ് കരയുക, അതുപോലെ തന്നെ സിന്ദൂരം മായ്ച്ചു എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ ഇവിടെ മുതലെടുപ്പ് നടത്തുക. ഒപ്പം തന്നെ ഗുലാം നബി ആസാദ് പോകുമ്പോൾ വരെ പാർലമെൻറ്റിനകത്ത് കരഞ്ഞുകൊണ്ട് ആൾക്കാരെ പിടിച്ചു നിർത്താനായിരുന്നു ശ്രമം. പക്ഷേ ഇപ്പോൾ നടത്തുന്നതെല്ലാം മുതലക്കണ്ണീരാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. ഇത് നരേന്ദ്രമോദിയുടെ ഒരു തോൽവി സമ്മതമാണോ കാണുന്നത്? നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, പിന്നെ എപ്പോഴും ഏത് വാഹനവും മുന്നോട്ട് അതിവേഗം യാത്ര ചെയ്യുമ്പോഴും അതിനകത്ത് ഒരു ഗിയർ സെപ്പറേറ്റ് സൂക്ഷിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ റിവേഴ്സ് ഗിയർ. ചില സ്ഥലങ്ങളിൽ നിന്ന് ഒരു റിവേഴ്സ് ഗിയർ ഏത് വാഹനത്തിനും ഇടേണ്ടി വരും. അത് ജനാധിപത്യത്തിലും അത് ആപ്ലിക്കബിളാണ്. അപ്പോൾ കുറേ കാലമായിട്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഗിയർ വരെ ഇട്ടിട്ട് നരേന്ദ്രമോദിയുടെ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം എത്തിപ്പെട്ടിരിക്കുന്ന ഒരു പ്രതലം എന്ന് പറയുന്നത് ഒരു റിവേഴ്സ് ഗിയറിൻ്റെ സ്ഥലത്താണ്. ഇനി ആ ഗിയർ ഇടാതെ BJPക്ക് ഇന്ത്യ രാജ്യത്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അദ്ദേഹം ഇന്നലത്തെ പ്രസ്താവനയിൽ പറഞ്ഞതെല്ലാം അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? കോൺഗ്രസ് രാഷ്ട്രീയം പഠിച്ചത് ബ്രിട്ടീഷുകാരിൽ നിന്നാണെന്നാണ്. കോൺഗ്രസ് രാഷ്ട്രീയം പഠിച്ചത് ബ്രിട്ടീഷുകാരിൽ നിന്നാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇന്ത്യയിലെ സ്ത്രീകളെ സ്നേഹിക്കാൻ പറ്റാത്തത് എന്നുള്ളതിനെ കുറിച്ച്. നമ്മൾ ഒറ്റ കാര്യം മാത്രമേ, ഞാൻ ഈ പറയുന്നതിനോട് അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാവും, പക്ഷേ മതബദ്ധ ജാതിബദ്ധ സമ്പ്രദായത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇന്ത്യയിലെ സ്ത്രീകളെ അംഗീകരിക്കാൻ സാധിക്കില്ല. സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറയുന്ന മനുസ്മൃതി ഇന്ത്യയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം RSSന്റെ ഏറ്റവും വലിയ പിന്തുണ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉള്ളിടത്തോളം കാലം അവർ നാരീശക്തിയെ അവരാദരിക്കും, പക്ഷെ അവർ അംഗീകരിക്കില്ല. അതാണ് ഈ സംഘടനാപരമായ രംഗത്ത് ഇപ്പം നമ്മൾ ആലോചിക്കേണ്ടത്. കോൺഗ്രസിനെയാണ് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. ഇന്ത്യയിൽ ലോകം കണ്ട ഏറ്റവും കരുത്തയായ പ്രധാനമന്ത്രി, ഒരു സ്ത്രീ പ്രധാനമന്ത്രിയെ നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ഒരു കഴിഞ്ഞ ദിവസത്തെ ഒരു ഇംഗ്ലീഷ് ഇൻ്റർവ്യൂ ഞാൻ കഴിഞ്ഞു. പണ്ട് 1983 അവർ മരിക്കുന്നതിന് ഒരു വർഷം മുൻപ് നടത്തിയ ഒരു ഇംഗ്ലീഷ് അഭിമുഖത്തിൽ അവരോട് ഒരു ഇംഗ്ലീഷ് മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, അല്ല, ലോക്സഭയിലെ ഇന്ത്യൻ പാർലമെൻറ്റിലെ ഏറ്റവും ശക്തയായ പുരുഷ പ്രധാനമന്ത്രിയാണ് എന്ന് ഇന്ദിരാഗാന്ധിയെ നോക്കി ഒരു പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ എന്തിനാണ് എനിക്ക് അങ്ങനെ ഒരു അംഗീകാരം? ഞാനൊരു വനിത എന്നുള്ള രീതിയിൽ അഭിമാനിക്കുന്നു. ഒരു വനിത എന്നുള്ള രീതിയിൽ ശക്തിയുക്തം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ്. അപ്പം അങ്ങനെയുള്ള പ്രധാനമന്ത്രിയെ സംഭാവന ചെയ്ത കോൺഗ്രസ് ഇന്ത്യയിൽ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ആദ്യത്തെ വനിതാ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന ഒരു പാർട്ടി, സ്പീക്കർ സ്ഥാനത്തേക്ക് വനിതയെ കൊണ്ടുവന്ന ഒരു പാർട്ടി, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയപരമായിട്ടുള്ള ഭരണപരമായിട്ടുള്ള കേന്ദ്രങ്ങളിലെല്ലാം സ്ത്രീകളെ പ്രതിഷ്ഠിച്ച ഒരു പാർട്ടിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. പിന്നെ നരേന്ദ്രമോദി പറഞ്ഞൊരു വാക്കെന്താണ്? കുടുംബാധിപത്യം നിലനിർത്തിപ്പോകാൻ ആഗ്രഹിക്കുന്ന പാർട്ടികളാണ്
ഇതിനെ എതിർത്തതാണ്. അത് ഒന്ന് ഉദ്ദേശിക്കുന്നത് DMK ആണ്, മറ്റൊന്ന് ഉദ്ദേശിക്കുന്നത് കോൺഗ്രസിനെയാണ്. പക്ഷെ അപ്പോഴും നമ്മൾ അറിയേണ്ടത് കുടുംബത്തെ വലിച്ചെറിഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാളാണ് ഇങ്ങനെ പറയുന്നത്. നമ്മളൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ച് വിമർശിക്കുന്നതിലൊക്കെ ഒരു മിതത്വം പാലിക്കണം. പക്ഷേ ഒരു പ്രധാനമന്ത്രി നിലവിട്ട് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊസിഷനിൽ നിന്ന് വളരെ താഴോട്ട് വന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ കുടുംബം എന്ന് പറയുന്നത് ഒരു ദോഷമുള്ള കാര്യമാണോ? പ്രധാനമന്ത്രി പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കുടുംബം ഒരു രാഷ്ട്രീയത്തിലേക്ക് കുടുംബം വരാൻ പാടില്ല. ഇന്ദിരാഗാന്ധിയോട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഒരു ഇംഗ്ലീഷ് മാധ്യമ പ്രവർത്തകൻ. താങ്കളോടൊപ്പം തന്നെ ഇപ്പോൾ വളർന്നു വരാൻ രാജീവ് ആഗ്രഹിക്കുന്നുണ്ടല്ലോ, അപ്പൊ രാജീവിനെ കൊണ്ടുവരാനാണോ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നതിന് ഒരു നോ പറയുന്നുണ്ട് ഇന്ദിരാഗാന്ധി. ആ നോ എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര നോ ആണ്. എന്നിട്ട് പറയുന്നുണ്ട്, രാഷ്ട്രീയത്തിലേക്ക് മക്കളെ കൊണ്ടുവരാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഞാൻ അനുഭവിച്ച പീഡനം, ഞാൻ അനുഭവിച്ച ത്യാഗം, ഞാൻ അനുഭവിച്ച വേദന, അതൊന്നും എൻ്റെ മക്കളിൽ അനുഭവിക്കരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് രാജീവിനെ ഒരു കാലത്തും രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുന്നതിന് തനിക്ക് താല്പര്യമില്ല എന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്, താനും രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനെ തൻ്റെ പ്രിയപ്പെട്ട പിതാവ് എതിർത്തിരുന്നു. പക്ഷെ എൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയെ വല്ലാണ്ട് സ്നേഹിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തയാളാണ് എൻ്റെ പ്രിയപ്പെട്ട പിതാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും കുടുംബാധിപത്യം എന്ന് പറയുന്ന ഒരു സംഗതി കോൺഗ്രസിൻ്റെ ഒരു മേൽവിലാസത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷെ പ്രധാനമന്ത്രി അങ്ങനെയുള്ള ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നലെ ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഒരു കാരണവശാലും ഒരു രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ട വിധിനിർണായകമായിട്ടുള്ള വിഷയങ്ങളിൽ ഒന്നല്ല പ്രധാനമന്ത്രി ഇന്നലെ ഉപയോഗിച്ചത്. അദ്ദേഹം രാഷ്ട്രീയപരമായിട്ട് ഈ രാജ്യത്തിൻ്റെ പൊതുസമ്പ്രദായത്തെയും ഈ രാജ്യത്തിൻ്റെ പൊതു ഇടങ്ങളെയും ഈ രാജ്യത്തിൻ്റെ പൊതുമാധ്യമ വിഭാഗത്തെയും ദുരുപയോഗം ചെയ്തു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. ശരിക്കും ഒന്നും രണ്ടും തവണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവർക്ക് പറയാൻ കാരണങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കാരണങ്ങൾ ഉണ്ടാക്കിയിരുന്നു, പഹൽഗാം ഒക്കെ പോലെയുള്ള. പക്ഷെ മൂന്നാം തവണ ഇനി 2029 കടക്കുമ്പോൾ പല തെരഞ്ഞെടുപ്പുകളും അതിനിടയിൽ വരുന്നുണ്ട്. UP പോലെ, അതുപോലെ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡൊക്കെ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു കാരണത്താൽ മാത്രമാണ് ഇപ്പോൾ സ്ത്രീകളെ അല്ലെങ്കിൽ വനിതാ സംവരണ ബില്ല് കൊണ്ടുവരുന്നത്. അതിൻ്റെ പിന്നിൽ ഈ കൂടുതൽ മണ്ഡലങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള മറ്റുള്ള കാര്യങ്ങളുമുണ്ട്. ഇതൊക്കെ തകർന്ന് തരിപ്പണമായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ലോക്സഭയിൽ ഭൂരിപക്ഷമില്ല എന്നുള്ളത് BJPക്ക് അറിയുന്ന കാര്യമാണല്ലോ. അല്ലെങ്കിൽ നാളെ ഒരു സുപ്രഭാതത്തിൽ പൊടുന്നനെ ഒരു ഭൂരിപക്ഷം ഉണ്ടാവും എന്ന് ചിന്തിക്കാനുള്ള മൗഢ്യം അതും BJPക്ക് ഇല്ലല്ലോ. 186 പേര് മിനിമം ഈ സർക്കാരിനെ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തും എന്നറിയാവുന്ന ഒരു സർക്കാർ അത് 211 എത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാപനം അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തി കൂടുതലാണ്. അങ്ങനെ ഒരു സർക്കാരിന് ഇത് പരാജയപ്പെടുന്ന അറിയാം. അപ്പം പരാജയപ്പെടുത്താൻ തന്നെ ഈ ബില്ല് കൊണ്ടുവന്നതാണ്. എന്തിനാണ്? അവർക്കൊരു ടാർഗറ്റ് ഉണ്ട്. 2 സർക്കാരുകൾ അധികാരത്തിൽ വരുമ്പോൾ അവർ ഉപയോഗിച്ചത് ബാബറി മസ്ജിദ് തകർക്കുക, അതിനുശേഷം അയോധ്യ ക്ഷേത്രം ഉണ്ടാക്കുക, ഇന്ത്യയിലെ ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടാക്കുക, ഇന്ത്യയിലെ മുസൽമാനെ വേദനിപ്പിക്കാനും മുസ്ലിം വിരുദ്ധത ഹിന്ദുക്കൾക്കിടയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൗരത്വ ഭേദഗതി നിയമം പോലുള്ള ബില്ലുകൾ കൊണ്ടുവരിക. അങ്ങനെ കുറേ മതഭ്രാന്ത് ഇന്ത്യക്കകത്ത് സൃഷ്ടിക്കാൻ കഴിയുന്ന നിയമങ്ങളും പ്രസ്താവനകളും നടപടികളുമായിട്ട് മുന്നോട്ട് പോയി. ഇനി അത് ഇന്ത്യയിൽ വർക്കൗട്ട് ആവില്ല എന്ന് BJPക്ക് മനസ്സിലായി. കാരണം എന്താ? അയോധ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മണ്ഡലത്തിൽ തന്നെ BJPക്ക് പരാജയപ്പെടേണ്ടി വന്നു എന്നുള്ളത് അവർക്ക് എന്താണ് കാലം നൽകിയ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റാണ്. അപ്പം സ്വാഭാവികമായിട്ട് അവർക്കിപ്പോൾ മനസ്സിലായി ഇന്ത്യയിൽ ഇനി ഈ ഹിന്ദുത്വ അജണ്ട മുമ്പത്തെ പോലെ വർക്കൗട്ട് ആവില്ല. കാരണം കഴിഞ്ഞ തവണ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവർ ആഗ്രഹിച്ചത് 4-ൽ 3 ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് വരാം. 2026 RSSന്റെ 100ാം വാർഷികത്തിൽ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാം. അതുവഴി എല്ലാ കാലത്തേക്കുമായി ഒരു ഹിന്ദു ചക്രവർത്തിയായി ഇന്ത്യയിൽ വാഴാം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പടിവാതിക്കൽ വെച്ചിട്ട് രാഹുൽ ഗാന്ധി പൊട്ടിച്ചെറിഞ്ഞു. സ്വാഭാവികമായിട്ടും ഇനി അത് വർക്കൗട്ട് ആവില്ല എന്ന് കണ്ടപ്പോഴാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യൻ പോപ്പുലേഷനിൽ പുരുഷനേക്കാളും കൂടുതലുള്ളത് സ്ത്രീകളാണ്. അപ്പോൾ ആ സ്ത്രീകളെ ഏതെങ്കിലും അർത്ഥത്തിൽ BJPയിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ രണ്ടാമത്തെ പൊളിറ്റിക്കൽ സ്റ്റണ്ട്.
അതിനു വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ ബില്ല് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഈ ബില്ല് പാസ്സാവില്ല എന്നുള്ളത് ആർക്കും അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും, ചപ്പാത്തി കഴിക്കുന്നവർക്കൊക്കെ ഒരുപോലെ അറിയാവുന്ന കാര്യമാണല്ലോ. എന്നിട്ടും ഈ ബില്ല് കൊണ്ടുവന്നതിൻ്റെ പിന്നിലുള്ള വികാരം, ആ വികാരത്തിന് ശേഷം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുക. എപ്പോഴാണ് രാഷ്ട്രത്തെ, ഇന്ദിരാഗാന്ധിയൊക്കെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തത് എപ്പോഴാണ്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തത് എപ്പോഴാണ്? രാജീവ് ഗാന്ധി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തത് എപ്പോഴാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യത്തെ അവരാരെങ്കിലും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഇല്ല, അതും പ്രത്യേകിച്ചിട്ട് നമ്മൾ ഓർമ്മിക്കേണ്ടത് ഈ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ പോലും ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചിട്ടില്ല എന്ന് ഇന്ന് ഞാനൊരു പത്രത്തിലെ ഒരു ആർട്ടിക്കിളിൽ വായിച്ചു. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രധാനമന്ത്രി ഒരു രാജ്യത്തിനകത്തെ നിർണായകമായിട്ടുള്ള നിരവധി വിഷയങ്ങൾ നിൽക്കുമ്പോൾ വെറുതെ കോൺഗ്രസ് TMC DMK എന്ന് പറഞ്ഞിട്ട് ഒരു സാധാരണ ലോക്കൽ പൊളിറ്റീഷ്യന്റെ നിലയിലേക്ക് എത്തുക എന്ന് പറയുന്നത് നരേന്ദ്രമോദി അല്ല താഴുന്നത്, അവിടെ ഒരു രാജ്യം താഴുകയാണ്. അപ്പൊ ആ രാജ്യത്തെ തകർക്കുന്ന ശൈലിക്കെതിരെ ഇന്ത്യ ഉണരും, ഇന്ത്യയിലെ നാരീശക്തി ഉണരും എന്നുള്ളത് ഉറപ്പാണ്.